ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഓൾമോസ്റ്റ് ഒരു 45 to 50 മിനിറ്റ്സ് യാത്രയുണ്ടെങ്കിലും ഞങ്ങൾ സ്കൂട്ടറിൽ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അതേ പാർക്കിംഗ് ഫീസ് 30 rupees. നമ്മൾ സഫാരിക്ക് പോയ വിശേഷങ്ങളായിരിക്കും ഞാൻ ഈ പാർട്ടിൽ മുഴുവൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോനുള്ളിലേക്ക് കയറുന്ന സമയത്ത് സൈഡിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കടകൾ, ടോയ്സും അതുപോലെ പല ഫുഡ് ഐറ്റംസും. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല, അതിനുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്നാക്സിൻ്റെ കവർ ഉണ്ടായിരുന്നു, അവരത് അവിടെ അഴിച്ചു വെപ്പിച്ചു. പിന്നെ ഞങ്ങളിത് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇത് ബസ് വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് ശരിക്കും നമുക്ക് AC-യും നോൺ AC-യും അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ AC ആണ് ബുക്ക് ചെയ്തത്. നോൺ AC ആണെങ്കിൽ നിറയെ ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബസ്സിൽ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അവളതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ബസ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറാണ് കേട്ടോ. ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ മോഷൻ സിക്നസ് ഉള്ളവർ ഈ സഫാരി ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയ മോഷൻ സിക്നസ്, ഇറിറ്റേഷനുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വണ്ടി കയറിയിരുന്ന് കുലുങ്ങിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വഴിയിൽ കുറേ മാനും അങ്ങനെ മുതല അങ്ങനെ ഓരോ ആനിമൽസിനെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കുഞ്ഞിന് വലിയ കാര്യമായിട്ട് ഈ സംഭവങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അവൾ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഹെർബിവോറസ് പാർക്കും കാർണിവോറസ് പാർക്കുമായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സഫാരി പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെർബിവോറസ് പാർക്കാണ്. അതിൽ ബൈസൺ, പിന്നെ അതുപോലെ ഡിയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. കൂടുതലും മാനിനെയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഹേസ്മോൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ആനിമലാണ് ആന. അപ്പോൾ അതിനെ കണ്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആന എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞു ആനകളും വലിയ ആനകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസം. കുറച്ച് നേരം അവർ നിർത്തി തന്നു അവിടെ വണ്ടി. അങ്ങനെയുണ്ട് കേട്ടോ. എല്ലാ ആനിമൽസിനെയും കാണുമ്പോൾ അവർ കുറച്ച് നേരം വണ്ടി നിർത്തി നമുക്കതിനെ കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഉള്ളൊരു അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആനയൊക്കെ കണ്ട് വണ്ടി മുന്നോട്ട് പോയതേ. കരടിക്കുട്ടന്മാർ കുറേ നിൽപ്പുണ്ടായിരുന്നു. അതും കുറച്ച് നേരം ഒരു വണ്ടിയൊക്കെ നിർത്തി തന്നു. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ സഫാരിക്ക് ശരിക്കും പോകേണ്ടത് അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നേ പറയത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ സൂവിൽ കാണുന്നതിലും ആകെ ഒരു എക്സ്ട്രാ ഒരു ആനിമലിന് നമ്മൾ ഈ സഫാരി പോയാൽ വെള്ള കളറിലെ പുലിയില്ല, അതിനെ മാത്രമേ ഉള്ളൂ. ബാക്കി ഈ കാണുന്ന സിംഹവും പുലിയും എല്ലാം സൂവിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സഫാരി വലിയ വർത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ കാടിനകത്ത് കൂടെയൊക്കെ ഉള്ളൊരു യാത്രയൊക്കെ ഒരു രസമാണെന്നുള്ളൂ. പിന്നെ ആനിമൽസിനെ കുറച്ചും കൂടെ അടുത്തൊക്കെ കാണാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ ലയണിനെ കണ്ടു. ലയൺ നന്നായിട്ട് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇരുന്നും കടന്നുമൊക്കെ. അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇത് പെൺ ലയൺ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പുലി, ഇതിന് നമുക്ക് സഫാരി പോയാൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. 2 വെള്ളപ്പുലി ഉണ്ടായിരുന്നു. അപ്പോൾ ഹേസ്മോളും ഞാനും സൈഡായി. ഈ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പുറകെ വരുന്നുണ്ട്. നിങ്ങളതും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ റേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.